നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് കുട്ടി പീഡനത്തിന് ഇരയായി എന്നതടക്കമുള്ള നടുക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ തന്നെ ഉയർന്ന ഒരു ചോദ്യമാണ്, ഈ പീഡന വിവരത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നോ? കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പീഡനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ അമ്മയുടെ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് അറിഞ്ഞിരുന്നില്ല എന്നാണ് അമ്മയുടെ മൊഴി. ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടിയിൽ അമിത താല്പര്യം കാണിച്ചു. ഇത് തന്നെ അസ്വസ്ഥതപ്പെടുത്തി. മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റുന്നതായി തനിക്ക് തോന്നി. ഭർത്താവ് മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങുന്നുണ്ടായിരുന്നു. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കും എന്ന ആശങ്ക തനിക്കുണ്ടായിരുന്നു. രണ്ടാം അമ്മയുടെ കീഴിൽ കുട്ടി ജീവിക്കുന്നത് ദുസ്വപ്നം കണ്ടു. കുഞ്ഞിൻ്റെ ഭാവിയിൽ ആശങ്കയുള്ളത് കൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയെന്നും കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുകളൊക്കെ നേരത്തെ ഉണ്ടായതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ, അതായത് കുട്ടി ഒറ്റപ്പെടും, അല്ലെങ്കിൽ കുട്ടി എങ്ങനെ ജീവിക്കും, ഭർത്താവ് വേറെ വിവാഹം കഴിച്ചാൽ തൻ്റെ കുട്ടിയെ എങ്ങനെയായിരിക്കുന്നതെന്നതടക്കമുള്ള ആശങ്കകൾ ഈ അമ്മയെ വേട്ടയാടുകയും ഈ വേട്ടയാടലുകൾക്കൊടുവിൽ മകളെ കൊലപ്പെടുത്തി എന്നുമാണ് അമ്മ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വർഷത്തോളം ഈ കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നത് ഈ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അമ്മയുടെ നിർണായക മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു നിഗമനത്തിലെത്തിയത് ചിലപ്പോൾ ഇത്തരത്തിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ആ കുട്ടിയെ അമ്മ കൊലപ്പെടുത്തിയത് എന്നാണ്. പക്ഷേ ആ പീഡന വിവരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അമ്മയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്ന് അമ്മ മൊഴി നൽകിയിരിക്കുന്നു. എന്തായാലും അമ്മയെ ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും. കൂടുതൽ വിവരങ്ങൾ അമ്മയിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ അടക്കം നടക്കുന്ന കണ്ടെത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് 1.5 വർഷത്തോളമാണ് പ്രതി ക്രൂര പീഡനം നടത്തിക്കൊണ്ടിരുന്നത്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപാണ് പെൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. കുഞ്ഞിൻ്റെ മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ക്രൂര ബലാത്സംഗത്തിനിരയായതായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു. 1-2 വട്ടമല്ല, നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയാക്കി. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപും കുഞ്ഞ് ഉപദ്രവം നേരിട്ടു. തെളിവുകളടക്കമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അതീവ ഗൗരവകരമായ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ബന്ധുക്കളിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് പിതാവിൻ്റെ സഹോദരൻ കുറ്റസമ്മതം അടക്കം നടത്തി ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിരന്തരം പീഡനത്തിന് ഇരയായിരുന്നുവെന്ന വിവരം അമ്മയെ പോലീസ് അറിയിച്ചു. നിസ്സംഗതയോടെയാണ് ഇക്കാര്യം അമ്മ കേട്ടിരുന്നത്. പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകിയേക്കും. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നടുക്കിയ വാർത്തയായിരുന്നു. കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം പോലും ഈ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി, അല്ലെങ്കിൽ ആ കുട്ടി അത്തരത്തിൽ ഉപയോഗിച്ചു എന്നതടക്കമുള്ള നടക്കുന്ന വിവരം. അതായത് ഈ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കടക്കം വളരെ വേദനയോടെ പൊട്ടിക്കരഞ്ഞ് ആ വീട്ടിൽ നിന്നിരുന്ന ആളാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. തീർച്ചയായിട്ടും പലരും പലതും മനസ്സിൽ ഒളിപ്പിച്ചാണ് പെരുമാറുന്നത് എന്നതടക്കമുള്ള നടക്കുന്ന ഒരു സംഭവത്തിന് ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി. ഇതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. ചെങ്ങമനാട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടേത് മുങ്ങി മരണമായിരുന്നു. പക്ഷേ ശരീരത്തിൽ പാടുകൾ കണ്ടതാണ് ഡോക്ടർമാരിൽ സംശയമുണ്ടാക്കിയത്. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനം സ്ഥിരീകരിച്ചത്. വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് പീഡനത്തിനിരയാക്കിയതെന്ന് ബന്ധു സമ്മതിച്ചിരുന്നു. പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ്. ഇയാളുടെ മൊബൈൽ ഫോണിൽ അത്തരം ദൃശ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനിടെ പ്രതി പൊട്ടിക്കരഞ്ഞു. കുറ്റം സമ്മതിച്ചു. പോക്സോ ബാലനീതി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക. കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെ ചെങ്ങമനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമ്മയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അങ്കണവാടിയിൽ അമ്മയ്ക്കൊപ്പം മാതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ട കുഞ്ഞിനെ കാണാനില്ല എന്ന പരാതി. ഈ പരാതിയിൽ തുടങ്ങിയതാണ് പിന്നീട് അങ്ങോട്ട് കേരളം അറിഞ്ഞ് നടക്കുന്ന വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നത്. ബസ്സിൽ വെച്ച് കുഞ്ഞിനെ കാണാതായി എന്നാണ് അമ്മ വീട്ടുകാരോട് പറഞ്ഞത്.
കുട്ടി പരസ്പര വിരുദ്ധമായ മൊഴി അമ്മ നൽകിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് എത്തുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നു. അമ്മയുടെ മൊഴിയെടുക്കുന്നു. മൊഴിയിൽ വൈരുദ്ധ്യം വന്നതോടെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. പിന്നാലെയാണ് കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് പുഴയിലെറിഞ്ഞെന്ന് അമ്മ വെളിപ്പെടുത്തിയത്. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നു. 12:30 അതായത് അർദ്ധരാത്രി 12:30 സ്കൂബ ടീം അംഗങ്ങളും തിരച്ചിലിൽ പങ്കുചേർന്നു. അർദ്ധരാത്രി 2:20 36 അടി താഴ്ചയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. അമ്മയ്ക്കെതിരെ കേസെടുത്തു. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഈ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്തൊക്കെ പിതാവിൻ്റെ ബന്ധുക്കളടക്കം സന്നിഹിതനായിരുന്നു. മാത്രമല്ല ഈ പ്രതിയും ഇവിടെ സന്നിഹിതനായിരുന്നു എന്നതും ഏറെ നടക്കുന്നതാണ്. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നടക്കുന്ന വിവരങ്ങൾ വന്നത്. ഇത് വലിയ വഴിത്തിരിവായി മാറി. അങ്ങനെയാണ് ഇത്തരത്തിൽ വീട്ടിനുള്ളിലും ഒരു പ്രതി ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും സ്വന്തം സഹോദരൻ്റെ മകളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച പ്രതി അറസ്റ്റിലായിരിക്കുന്നു. പ്രതിയിൽ നിന്ന് ഇനി ഒരുപാട് വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വ്യക്തത ഈ മൊഴികളിലൊക്കെ വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. എന്തായാലും ബന്ധുക്കളെ മുഴുവൻ ചോദ്യം ചെയ്ത് പല ബന്ധുക്കളെയും പറഞ്ഞയച്ചു. പിന്നീടും ചോദ്യം ചെയ്ത് അങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും പ്രതി തക്കതായ ശിക്ഷ അർഹിക്കുന്നുണ്ട്. വളരെ ക്രൂരമായി ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും ശക്തമാവുകയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂരമായ മൃഗീയമായ പീഡനമാണ് കുട്ടി ഏറ്റുവാങ്ങിയത്. ബലാത്സംഗം അടക്കം ഈ കുട്ടിയുടെ ദേഹത്ത് ഇയാൾ ചെയ്തു എന്നത് ഏറ്റവും നടക്കുന്ന വിവരം തന്നെയാണ്. വീടിനുള്ളിൽ ആണ് ഇത്തരത്തിൽ പീഡനം നടന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. ഇയാൾ കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടാക്കുമായിരുന്നു. മാത്രമല്ല കുട്ടിയോടൊപ്പം കളിക്കുമായിരുന്നു. ഈ കുട്ടിയോട് കൂടുതൽ ഇടപഴകുന്നതും ഇയാൾ തന്നെയായിരുന്നു. ഇയാൾ തന്നെയാണ് കുട്ടിയോട് കൂടുതലും ഇടപഴകിയത്. ഇതെല്ലാം ഒരു മുതലെടുപ്പായി ഇയാൾ മാറ്റുകയായിരുന്നു.